ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാലേട്ടനെയും മമ്മൂക്കയെ കുറിച്ചുള്ള കമ്പാരിസൺ വീഡിയോ ആണ്. നമ്മൾ കുറേ കാലമായി നമ്മൾ ലാലേട്ടനെയും മമ്മൂക്കയെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഒരുമിച്ച് കമ്പയർ ചെയ്തൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗസ്റ്റ് റോളുകൾ. ഇവർ ഗസ്റ്റ് റോളുകൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും നോക്കാൻ ആളല്ല എങ്കിൽ പോലും നമ്മളൊരു സിനിമ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതിനകത്ത് ഫാൻസുകാരൊക്കെ താഴെ വന്ന് സംസാരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ഇത് ഈ വീഡിയോ ഒന്നും ഒരിക്കലും ലാലേട്ടനും മമ്മൂക്കയൊന്നും കാണാൻ പോകുന്നില്ല. ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ഒന്നും ഈ ഒരു പ്രത്യേകിച്ച് എൻ്റെ ഈ 3500-4000 സബ്സ്ക്രൈബേഴ്സിനകത്തുള്ള ഈ ഒരു ചാനലിലെ വീഡിയോസ് ഒന്നും എന്തായാലും ലാലേട്ടനും മമ്മൂക്കയും കാണാൻ പോകുന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ തുറന്ന് പറയുകയാണ്. ഇതിനകത്ത് ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഒരു ഗസ്റ്റ് റോൾ ഒരു സിനിമയ്ക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഹൈപ്പ് എന്ന് പറയുന്നത് വാനോളത്തെയാണ്. അത് ഇപ്പം നല്ല സ്റ്റാർസ് അഭിനയിക്കുന്ന സിനിമയാണെങ്കിൽ ഒരു ഹൈപ്പ് അതിൽ കാണും. അപ്പോൾ ഇതിനകത്ത് ലാലേട്ടനോ മമ്മൂക്കയോ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത് ഇരട്ടിയോ ആയി മാറും. അപ്പം ഇത് കാണാൻ വേണ്ടി മാത്രം ഇവരുടെ ഫാൻസ് ഈ സിനിമയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഫാൻസ് മാത്രമല്ല, മലയാള സിനിമ പ്രേക്ഷകർ തന്നെ ഇവരുടെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ സിനിമയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇവരൊന്ന് വിലയിരുത്തും. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് മമ്മൂക്കയും ലാലേട്ടനും ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന ഗസ്റ്റ് റോളുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഇപ്പോൾ ഒരു ഗസ്റ്റ് റോൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടി ആ സിനിമയുടെ ഭാഗമാവുന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. അത് നിലനിർത്തി തന്നെയാണ് മമ്മൂക്ക ഇപ്പോഴും ഗസ്റ്റ് റോളുകൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അതുപോലെയല്ല ലാലേട്ടൻ ഇപ്പം ഗസ്റ്റ് റോളുകൾ സെലക്ട് ചെയ്തത് ലാലേട്ടനെ മുതലാക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും. അതായത് ഇപ്പോൾ ഈ ഗോകുല മൂവീസിൻ്റെ ഇഷ്ടംപോലെ സിനിമകളിൽ ലാലേട്ടനെ കുത്തി നിറച്ച് ഗസ്റ്റ് റോളുകളുണ്ട്. ഇപ്പോൾ കത്തനാറിലാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഗോകുല മൂവീസിൻ്റെ സിനിമകളിലാണെങ്കിലും ഒറ്റ കൊമ്പലിൽ പോലും ലാലേട്ടൻ്റെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. അതിനകത്തൊക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ വരാം, ചിലപ്പോൾ നല്ല രീതിയിൽ വരാതിരിക്കും. ഇതൊക്കെ കുത്തിക്കയറ്റിയ ഗസ്റ്റ് റോളുകളാണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. കാരണം ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് ഉറപ്പ് കൊടുത്തതാണ് ലാലേട്ടൻ ഇനിയുള്ള മൂവീസിലെല്ലാം ഗസ്റ്റ് റോളുകളിൽ അപ്പിയർ ചെയ്തോളാം. എനിക്ക് തോന്നുന്നു അതിലൊരു നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത്ര സിനിമകളിൽ ഗസ്റ്റ് റോളുകളായിട്ട് ഗോകുല മൂവീസിലെ വാക്കാലാണോ എഗ്രിമെൻ്റ് ആണോ എന്നുള്ള കാര്യവും നമുക്ക് അറിഞ്ഞൂടാ. ഇത് പൊതുവെയുള്ള പറച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗസ്റ്റ് റോളുകൾ ലാലേട്ടൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ലാലേട്ടൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അപ്പം നമ്മളിപ്പം ലാലേട്ടൻ ഗസ്റ്റ് റോളിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ഹൈപ്പ് വളരെ കുറഞ്ഞു. ഇപ്പോൾ ബബ്ബയൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ലാലേട്ടൻ ഗസ്റ്റ് റോൾ മറ്റേ എന്താണ് നമുക്കൊരു പ്രതീക്ഷ അവിടെ നഷ്ടപ്പെടണം. പക്ഷെ അങ്ങനെ അല്ല. മമ്മൂക്ക എന്ന് പറയുന്നത് മമ്മൂക്ക ഗസ്റ്റ് റോളിലുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ചത്ത പച്ചേര ടീസർ നേരെ വെളി വന്നു. അപ്പം നിങ്ങൾ അതിനകത്ത് അവസാനത്തെ ഒരു നിമിഷം മമ്മൂക്കയുടെ ഒരു ബാക്ക് സൈഡ് മമ്മൂക്കയാണോ എന്നുള്ള കാര്യം അറിഞ്ഞത് കണ്ടിട്ട് മമ്മൂക്കയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് മമ്മൂക്കയായിട്ട് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡൊക്കെ ഇപ്പം നടൻ തന്നെ ഒന്നും ചെയ്യണമെന്നില്ല, അതിൻ്റെ ഡൂപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് മമ്മൂക്കയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ അതിൽ നല്ലൊരു റോള് മമ്മൂക്കയ്ക്ക് ഉണ്ടെന്ന് അർജുന അശോകൻ പോലും ഇന്നലെ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞതാണ്. ഒരു മാധ്യമപ്രവർത്തകർ മൈക്കും കൊണ്ടുപോയപ്പോഴത്തേക്കും പറഞ്ഞാണ് അത് പൊളിക്കും, മമ്മൂക്കയുടെ വരവ് പൊളിക്കും എന്നുള്ള കാര്യം അർജുന അശോകൻ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഇനി വരാനുള്ളത് കാരക്കാമുറി ഷൺമുഖനാണ്. രഞ്ജിത്ത് സിനിമയ്ക്കകത്ത് കാരക്കാമുറി ഷൺമുഖനായിട്ടുള്ള ഒരു ഗസ്റ്റ് റോളിൽ നമ്മുടെ മമ്മൂക്ക വരുന്നുണ്ട്. അപ്പോൾ അതിനും പ്രതീക്ഷകൾ വാനോളമാണ്. അതൊരിക്കലും ആ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൂടുന്നതിനോടൊപ്പം ആ സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരു സംശയം തോന്നില്ല. കാരണം മമ്മൂക്ക സെലക്ട് ചെയ്യുന്ന സിനിമകൾ ഗസ്റ്റ് റോളുകൾ അങ്ങനെയുള്ളതാണെന്ന് മലയാള സിനിമ പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവർ രണ്ടുപേരിൽ ഗസ്റ്റ് റോളുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും സൂക്ഷിക്കണം. ഇപ്പം മമ്മൂക്ക വളരെ ശ്രദ്ധിച്ചാണ് ഗസ്റ്റ് റോളുകൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാലേട്ടനെ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെറും ഡൈഹാർഡ് ലാലേട്ടൻ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വന്നതിൻ്റെ താഴത്ത് വിളിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം.